എന്റെ അച്ഛൻ ശങ്കരനാരായണൻ തമ്പി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമരം കണ്ടു നിന്നവരെ പെൻഷൻ വാങ്ങിച്ചപ്പോഴും എന്റെ അച്ഛൻ വാങ്ങിച്ചില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാണ് പെൻഷൻ കിട്ടാൻ വേണ്ടി അല്ല സമരം ചെയ്തതെന്ന് പറഞ്ഞു. ആ ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ അത് അവനോട് പറഞ്ഞു കൊടുത്തേ, എന്റെ ഭർത്താവിനോട്. ഈ പഞ്ചായത്തിൽ 3-4 ഷാപ്പുണ്ട്, അതിന്റെ ഇരട്ടി വാറ്റ് കേന്ദ്രമുണ്ട്. എന്റെ മരുമോൻ അവിടെയൊക്കെ സന്ദർശിക്കാൻ പറഞ്ഞു. എന്താ അങ്ങനെ അല്ലേ അവന്റെ പേര്? LIC ഏജൻസിയും അല്ലറ ചില്ലറ നരികളുമായി നടക്കുന്ന ഒരു വനിതാ മെമ്പറുണ്ട്, സാറാ മെമ്പർ. പ്രസിഡന്റ് മരുമോൻ അവളുടെ സ്കൂട്ടറിന്റെ പിന്നാലെ പോയി പറഞ്ഞു. ദൈവത്തിന്റെ കുഴപ്പമാണ്. 10-30 വർഷമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ ഒരു പേര് ദോഷവും പറ്റിയിട്ടില്ല. ഇതെന്റെ അവസാനത്തെ പേര. മരുമോനായിട്ട് നീ പേടിക്ക് തോറ്റ് IT പോയി വെൽഡിങ്ങോ മോൾഡിങ്ങോ പഠിച്ചവൻ എഞ്ചിനീയറോ മാനേജറാണെന്ന് പറഞ്ഞ് എന്നെ വരുത്തണ്ട. ഞാൻ ഇവിടെ ഷാപ്പിൽ ഇറങ്ങി ഇറങ്ങിയാണോ? അതുപോലെ അവളുടെ സ്കൂട്ടറിൽ എല്ലാം കയറി പോകുന്നു. നമ്മളെ പഞ്ചായത്തിൽ അംഗീകൃത അലവലാദികളാ. അവർ ആദരവോടെ നിന്റെ നായരെ കൊണ്ട് വിട്ടതാ. അതെന്റെ വഴിയല്ല. എടി ഞാൻ ഗുണദോഷം നന്നാക്കാന്ന് പറഞ്ഞാണോ നീ അവരെ കെട്ടിയത്? അത്രയ്ക്ക് മോശക്കാരൊന്നും അല്ല. എനിക്കൊരു തരിക അറിയോ? അങ്ങനെ തോന്നി അല്ലയോ? നിനക്കറിയാമോ നമ്മുടെ അച്ഛൻ ഈ സമൂഹത്തിൽ എന്തു പേരാണ്? നീയായിട്ട് വർദ്ധിപ്പിച്ച സഹായിക്കായിരുന്നു അപേക്ഷയാ. ഒരു കേൾക്കുവാനും നാട്ടിൽ വരുന്ന എന്തിനാ? മരുഭൂമി കിടന്ന് വെയിൽ കൊണ്ടും ഇരുമ്പ് പിടിച്ചും അണ്ണാക്കി മണ്ണ് പോയും 10 പുത്തനുണ്ടാക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ അഹങ്കരിച്ച് കളയാൻ. അത് നിങ്ങൾക്ക് നിനക്ക് വേറെ ലക്ഷ്യങ്ങളാണോ? അസൂയക്കാരങ്ങനെ പലതും പറയും. നിങ്ങൾ എന്നാ വേണ്ടിയിട്ടാണ് അച്ഛൻ അസൂയപ്പെടേണ്ടത്? നീ വഴിമാറി ചിന്തിക്കാതെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഷാപ്പും സന്ദർശിക്കാമെന്ന് കേട്ടു. പിന്നെ ചെല്ലു നടന്നിട്ട് എനിക്കൊരു വില കിട്ടാൻ വേണ്ടി പറയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വരുമാനം കാപ്പി വെച്ച് നിന്റെ ഒരു പഴയ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. നീ ഓർത്തോളം പഠിക്കുമ്പോൾ നിന്നെ പ്രേമിച്ചിരുന്ന ആളാണ് പ്രസിഡന്റ്. ഇപ്പൊ പോലീസാണ്. അവരെന്നെ കുറിച്ച് എന്തൊക്കെ ചോദിച്ചു? മരണകളാണ്. സ്നേഹമുള്ളവരാണ്. എന്നെ കൊണ്ട് കാശ് കൊടുത്തിട്ടില്ല. പിന്നെ പ്രേമിച്ച സ്മരണയ്ക്ക് ഒരു പൂർവ്വകാമുകൻ കണ്ടുകൊപ്പി കണ്ടു വാങ്ങിത്തരുന്നതിന് ഞാനെന്തൊരു നാളെ കിടന്നു. ഏതോ വനിതാനന്ദന്റെ ഷൂട്ടിന്റെ പുറകെ കയറി പോയെന്ന് കേട്ടു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ലേ ഈ നാട്. ഭയങ്കര പുരോഗമനമായി. വനിതാ നമ്പർ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പറയുക സാറേ ശരിപ്പുള്ളിയാണല്ലോ. വണ്ടിയുടെ പുറകെ കയറിയാണെങ്കിലും ഞാൻ ഇവിടെവരെയൊക്കെ സഞ്ചരിക്കുമെന്ന് നിനക്കുറപ്പുണ്ട്. എന്നാലും അച്ഛനും ചേട്ടനോട്ട് മാനക്കേടുണ്ടാക്കിയാണ്. എന്താണ് മാനക്കേടാണ്? ഈ കളവ് കുടിക്കുന്നതും ഒരു പെണ്ണിന്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നതും ഒക്കെ അത്ര വലിയ കുഴപ്പമുണ്ടോ? നമ്മൾ എന്തിനാണ് വന്നത്? അച്ഛനുമായി സംസാരിച്ച് സ്വത്തിന്റെ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കാൻ. അച്ഛന്റെ കാലിൽ കഴിയുന്നതിന് മുമ്പ് അതിനൊരു ധാരണയൊക്കെ വേണം. അങ്ങനെ ധാരണയൊക്കെ കാണും. അങ്ങനെ അച്ഛൻ
അസംബ്ലിയിൽ നിന്ന് തോറ്റപ്പോൾ അന്നത്തെ കാലത്ത് 5 ഏക്കർ പണം വാങ്ങിച്ച് പണ്ടാണ് അടങ്ങിയത്. മക്കൾ സമ്പാദിച്ചൊന്നുമല്ല ഞാൻ വിളിച്ചത്. ഞങ്ങളുടെ അമ്മയുടെ ഓഹരി ആർക്ക് അവകാശപ്പെട്ടതാ? ഓഹോ, അപ്പൊ നീ ഓഹരിയുടെ കണക്ക് പറയാമെന്നാണോ? അങ്ങനെയല്ല, അച്ഛന്റെ കാര്യം കഴിയുന്നതിന് മുമ്പ് കുടുംബ സ്വത്തിനെ പറ്റിയിട്ട് അമ്മയ്ക്ക് വേണ്ടേക്ക് പുസ്തകത്തിൽ ചോദിക്കുമ്പം ഞാൻ എന്ത് മറുപടിയാ പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ എപ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഞങ്ങൾ മടങ്ങുന്നതിന് മുമ്പും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു തീർപ്പുണ്ടാകും. അത് ശരിയാ. ഒരു പ്രായമായ മാതാപിതാക്കളുടെ മരണം മക്കളും പ്രതീക്ഷിക്കും. ഞാൻ മനസ്സിൽ ഇറങ്ങുന്നതുപോലെ നിർമ്മമുണ്ടോ? ഞാൻ ഈ രാജ്യത്ത് മാത്രമാണെങ്കിൽ ഇങ്ങനെ ഒരു സംസാരത്തിനുള്ള ആവശ്യമില്ല. സംസാരം എന്തിനാ? സ്വത്തുക്കൾ തുല്യമായി വീതിച്ചിരിക്കും. അതെങ്ങനെ ശരിയാകും? എനിക്ക് 3 മക്കളാ. ഓണം പഠിച്ച് മക്കൾക്ക് തുല്യവാസികളെല്ലാം കിട്ടും. 10-28 വർഷം മുമ്പ് പഞ്ചായത്ത് ഓഫീസിന് തിന്നെ കണ്ടു കിട്ടിയവരും ഓണപ്പള്ളി കുടുംബത്തിന്റെ അവകാശമാണ്. നിങ്ങൾ എന്താ മനുഷ്യൻ ഉണ്ടാകുന്നത്? 28 കൊല്ലം മുമ്പ് പഞ്ചായത്തിന്റെ തിണ്ണയിൽ കിട്ടിയവരായിട്ടാണോ ഊഴപ്പിറപ്പായിട്ടാണോ നീ ഇവിടെ കണ്ടത്? കണ്ടത് എങ്ങനെയായാലും ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ പറഞ്ഞ സത്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ എന്റെ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങളായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്വത്തുക്കൾ നീക്കം വെക്കുമ്പോൾ 3 പണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതാ എന്ന തീരുമാനം. അതെങ്ങനെ ശരിയാകും? ഇവരിനി ഞങ്ങളാരും അറിയാതെ അച്ഛനുണ്ടായ മകനാണോ? എന്റെ മകൻ ഒരു ദിവസം രാവിലെ പിയൂൺ ഓടി വന്ന് പറഞ്ഞു, പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിന്റെ വാതിൽക്ക് ഒരു കുട്ടി കിടന്ന് കരയുന്നുണ്ട്. എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി പാലൊക്കെ കൊടുത്തു. ഏതെങ്കിലും അനാഥാലയെ ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഗൗരി പറഞ്ഞു, ഒരു ആൺകുട്ടിയല്ലേ, നമ്മളെ മക്കളോട് അവനും വളരട്ടേന്ന്. അവൾ ആ സതീഷാണ് പേരിട്ടത്. അങ്ങനെയായിട്ടല്ല, സ്വന്തം മകനായിട്ട് തന്നെ വളർത്തിയത്. ഞാൻ ജന്മം കൊടുക്കാത്ത, എന്റെ ഭാര്യ പ്രസവിക്കാത്ത സ്വന്തം മകൻ, എന്റെ പ്രാണങ്ങളുടെ തുല്യ അവകാശികളാണ്. അച്ഛനെ ഭാര്യ അടിച്ചു. എന്താ എനിക്കത് അവകാശമില്ലേ? ഇത് എത്രാമത്തെ തവണയായി അടിക്കുന്നു? ആദ്യമായിട്ടാ. ഇതൊക്കെ ഇച്ചിരി നേരത്തെ ആയിട്ടില്ല. സ്നേഹത്തിനപ്പുറം, ഈ കരുതലിനപ്പുറം ഒരു സ്വത്തും എനിക്ക് മനസ്സിലാക്കും. അതൊന്നും എനിക്ക് വേണ്ട. നിന്നെ ഒരു സഹോദരനായിട്ടല്ലാതെ മറ്റൊരു കണ്ണുകൊണ്ട് അവൾ കാണും എന്നൊരിക്കലും കരുതല്ല. ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായെന്ന് നന്നായി. അവളുടെ മനസ്സിൽ പറയാൻ കഴിയല്ലോ. രാജശേഖരൻ ഇങ്ങനെ ഒന്നും ധരിക്കില്ല. നോക്ക്, ഇങ്ങനെ ഒരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല, നീ കേട്ടിട്ടുമില്ല. എന്താ എന്നെ പ്രതി അച്ഛൻ തരുന്നത്? എനിക്ക് അച്ഛനെ 8 പെങ്ങളെ വെക്കാൻ മതി. സ്വത്ത് സ്ഥാനം ഒന്നും വേണ്ട. എല്ലാം ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുമ്പോ അനാഥനാണെന്നൊക്കെ പറയുന്നത് കേട്ട എന്താണത്? ഇത് ആത്മബലമില്ലാത്തതാണോ? അനാഥത്വം ആത്മബലം കുറയ്ക്ക് വെച്ച ആര് പറഞ്ഞു? നീ എന്റെ മകനല്ലേ? ഇരവയവനാണെന്ന് കരുതി ഏറെ മാനസിൽ നിന്ന് എന്റെ മകൻ. ചെറുക്കൻ വന്നു, കുഞ്ഞുങ്ങളെ മറക്കില്ല. എന്താണ് അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞു? അങ്ങനെ പതിവിധത്താണല്ലോ. നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛന്റെ കണ്ണു തന്നെ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത്?
ഞാനൊന്നും ചെയ്തില്ല. കാര്യമില്ലാതെ അച്ഛനാരെ വഴക്ക് പറയില്ല. അനിയത്തില്ലേ എന്താണ്? ഞാൻ അനാഥന, ആരുമില്ലാത്തവൻ, അച്ഛന്റെ മോനല്ല. ഞങ്ങളുടെ മനസ്സിൽ പോലും ആലോചിക്കാത്ത ഇത്തരം കാര്യങ്ങൾ ഇവിടെ ആരടിച്ചു വെച്ചു? ഞാൻ കുടുംബസ്വത്ത് വായിക്കുന്നതിനെ പറ്റി ഒരു ധാരണയൊക്കെ വേണ്ടേന്ന് അച്ഛനോട് ചോദിച്ചു. ചേച്ചി, എനിക്ക് തന്നേക്കാം, രാജ്യത്തിനേക്കാം, അച്ഛനേക്കാം, ഈ ഏട്ടത്തിയമ്മയേക്കാൾ വിലയും വളർന്ന ലോകത്ത് മറ്റൊന്നും എനിക്കൊന്നും വേണ്ട. എന്നാലും എന്നെ അന്യരായ അനാഥരായൊക്കെ കണ്ടത് സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും അവന് കൊടുക്കും. അതല്ലാതെ എനിക്ക് രാജ്യത്തിന് അവകാശപ്പെട്ടതുപോലെ ഒരു വീട്ടിൽ അവനുണ്ടെന്ന് പറഞ്ഞാ അതല്ലേ നാത്തൂനെ അതിന്റെ ശരി. നീ ശരിയുടെ ഒന്നും പറയണ്ട. അതൊക്കെ ഞാനും രാജ്യം കൂടെ തീരുമാനിച്ചോളാം. ഞാൻ വിളിച്ചിരുന്നു, രാജ്യം ഇപ്പൊ വരും. ഞങ്ങൾക്ക് 2 പെൺമക്കളാ. നിനക്ക് പെൺമക്കളായി പോയ നാട്ടുകാരുടെ കുഴപ്പമുണ്ടാവും. മനസ്സിലായി കാര്യം വരും. അതൊക്കെ കണ്ണു കുറിച്ചും കണ്ടായിട്ട് നടന്ന് ശീലിച്ചു പോയി. എനിക്ക് ഇത്തിരി കാര്യം കുറവാ. ഞാൻ രാജ്യത്തിനൊന്നും അനിയത്തിനെ അന്യനായി കണ്ടിട്ടില്ല. നാത്തൂനല്ലെങ്കിൽ അവനോട് ഇപ്പം താല്പര്യം കൂടുതലാ. അതെനിക്ക് മനസ്സിലാകുന്നത്. സുഷമേ, മൂപ്പനാന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടിയത് പോലെ കരക്കാരുടെ എല്ലാം കയ്യിൽ നിന്ന് വാങ്ങിക്കെടുത്ത് കണ്ടുപിടിക്കാൻ അതാണ് ദോഷവാന്. ഇപ്പൊ പഴയ പോലെ വഴിയിലൊന്നും കാണുന്നില്ലല്ലോ. ഒറിയക്കാരൻ നിങ്ങളുടെ കഞ്ഞി കൂടി കുട്ടിച്ചെയോ? ഒപ്പിട്ട് കൊടുത്തോ? ആപ്പിലായത് തന്നെ പണ്ട് ഏത് കൊടുത്തോ ഒപ്പിട്ടതാ? അറിയാമല്ലോ, അതിൽ നിന്ന് ഊരിപ്പോരാൻ പെട്ട പാടേ. എന്തുകൊണ്ടു ഇതൊരു നടക്കി പോകത്തില്ല കേട്ടോ. പള്ളിക്കുട്ടി പോയതിന്റെ ഗുണം കേട്ടോ. പള്ളിക്കുട്ടി പോയതിന്റെ ഗുണം ഞാൻ ശാരദ. എനിക്ക് ജോലിയായി ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായി. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ക്രെഡിറ്റ് പുള്ളിയുടെ സതീഷിനോ ഉടനെ കാണണം. നമുക്കിതൊന്ന് ആഘോഷിക്കണം. ശരിയാണ്. ഓക്കെ. പുതിയ സ്കെയിലനുസരിച്ച് ശമ്പളം അറിയാം. ഇത് എനിക്ക് ജോലി കിട്ടുന്നതുവരെ വേറെ ആളുടെ മുന്നിൽ കൈനീട്ടല്ലോ. അവന് പ്രയോജനമായ നമുക്കിന്നൊന്ന് ആഘോഷിക്കണം. കണ്ണു കൂടി ചരവാദിച്ച് ഓണപ്പള്ളി തറവാടിന് ഞാൻ ഇന്നൊരു വാഴ എന്താ പറയുന്നു? രാജന്റെ മക്കൾ ഞാൻ എന്തിനു തരാം? എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായിരിക്കും. ഞാൻ കൊതിച്ചു ജോലി. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പ്രൊഫഷൻ. കോളേജ് പിള്ളേരെ പഠിപ്പിക്കാനുള്ള പ്രാപ്തിയൊന്നും ഈ ശരീരത്തിലില്ല കേട്ടോ. മൂപ്പിലാന്റെ നഖപോണിന്റെ വീസ് ഇനി ഒരു പോകും. രാജന്റെ സന്തോഷം കൂടെ തുള്ളിച്ചാലും അവന് പറയും ഒരു സർപ്രൈസ് പോലെ എനിക്ക് പറയണം. ഒരു സന്തോഷമാണ്. ഞാനൊരു സ്വപ്നം കണ്ടതാ. ഒന്ന് ഗസ് ചെയ്ത് പറയാമോ? അഴകൻ ആട്ടി പിടിക്കണ്ട. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ് സുഷമ 2 തവണ എന്നെ കൊതിപ്പിച്ചു. 2 വഴികൊച്ചില്ല. ഇതങ്ങനല്ല. അതിൽ നിന്ന് ആലോചിക്കും. വേറെ ഒരു ക്ലൂ തരാം. നമ്മുടെ ജീവിതത്തിൽ മഹാഭാഗ്യം എന്തുവന്നു എന്താണ് പറയാമോ? ഞാൻ ചോദിച്ചത് എന്റെ കുടുംബത്തിൽ ആർക്കും ചോദിച്ചു അറിയത്തില്ല. ഭാഗ്യം. എനിക്ക് ജോലി ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായി. തുടക്കത്തിൽ കിട്ടുന്നത്
അവിടെ വയ്ക്കേ. എന്താ ഒരു സന്തോഷം ഇല്ലാതെ? നിനക്ക് ഈ ജോലിക്ക് തന്നെ പോകണം. പിന്നെ ഞാൻ ഏറെ കൊതിച്ച എന്റെ സ്വപ്നമാണിത്.